आंसर सुन के बताना। ഈ കാരാഗ്രഹത്തിൽ കിടന്നാൽ നമ്മൾ ഒരിടത്ത് എത്തില്ലെന്നറിയാം. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ തീരുമാനം എടുക്കുന്നത്. ഏവരെങ്കിലും കൂടെ പറഞ്ഞു വിട്ടാൽ നിങ്ങളുടെ പണി തീർന്നു. പക്ഷെ നിങ്ങൾ ഭാരം ഇറക്കി വെക്കാൻ നോക്കുമ്പോൾ നശിച്ചു പോകുന്ന നമ്മുടെ ലൈഫാണ്, നമ്മുടെ സ്വപ്നങ്ങളാണ്. എന്തായാലും നമ്മൾ ഈ പോകുന്ന നശിക്കാനല്ല, രക്ഷപ്പെടാൻ വേണ്ടിയാണ്. പക്ഷെ അന്വേഷിച്ച് വരരുത്. ഓണാവധിക്ക് നമ്മൾ തന്നെ വന്നോളാം. എന്നല്ല ചുമ്മാളൂ. രണ്ടും കൂടെ സൗന്ദര്യം നോക്കിയിരിക്കുന്ന രണ്ട് പെമ്പിള്ളാരെ കാണാതായിരിക്കുന്നത്. ഞാൻ ഇനി എവിടെ പോയി അന്വേഷിക്കായി? അതെ, നിങ്ങളൊന്ന് സമാധാനപ്പെട്. ഈ പിള്ളേർ പോയത് ഇപ്പം നമ്മൾ മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. കരഞ്ഞ് വിളിച്ച് നാട്ടുകാരെ മൊത്തം അറിയിക്കാതിരിക്കുക. അതെ, ഞാൻ എല്ലാവരുമായിട്ട് ഒരു കാര്യം പറയാം. എൻ്റെ ചേച്ചിയുടെ കാര്യമാണ് പറയണേ. നമ്മൾ ആരെങ്കിലും ചോദിച്ചാൽ പിള്ളേരെ കോട്ടയത്ത് പഠിക്കാൻ കൊണ്ടാക്കിയെന്ന് മാത്രം പറഞ്ഞാൽ മതി. 2-3 ദിവസം കഴിയുമ്പോൾ അവരിങ്ങ് വരുമെന്ന്. നിങ്ങൾ എന്തോന്ന് മനുഷ്യ പറയുന്നത്? നീ മിണ്ടാതെ പൊടിയാത്തോട്ട്. ഇതാണോ സ്ഥലം? ആ, ഇത് പെമ്പിള്ളേര് താമസിക്കുന്ന ഹോസ്റ്റൽ തന്നെയാണ്. കേട്ടോ, ഓക്കെ, താങ്ക് യു. ശരി. വാ. കുഴപ്പമില്ലായിരിക്കുമല്ലേ? ചോദിച്ചോക്കാം കാര്യങ്ങൾ. പിന്നെ പൈസയുടെ കാര്യത്തിനൊക്കെ ഒരു കണക്ക് വേണം കേട്ടോ. അതൊക്കെ ഞാൻ നോക്കുന്നുണ്ട്. ഇവിടെ ഇനി എത്ര ആവുമുണ്ടോ? ആ, നോക്കാം. വാ. നിങ്ങളിവിടെ എന്തിനു വന്നെന്നാ പറഞ്ഞ? പഠിക്കാൻ. എന്ത് പഠിക്കാൻ? BSc നഴ്സിംഗ് ട്രൈ വെച്ചാ അപ്പൊ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയില്ലേ? അഡ്മിഷൻ കുറച്ചൊക്കെ കിട്ടി. കുറച്ചൊക്കെ കിട്ടിയെന്നോ? ശരിക്കും നിങ്ങൾ നാട്ടിൽ പോലെ ഒളിച്ചോടി വന്നതാന്നോ? ഒളിച്ചോടാനോ? ഞങ്ങൾ നല്ല കുടുംബത്തിൽ പറഞ്ഞ പിള്ളേരാ. അത് മാത്രമല്ല, നമുക്ക് അങ്ങനെ ഒളിച്ചോടേണ്ട ആവശ്യം വല്ലതും ഉണ്ടോ? ഉണ്ടോ? അത് പോട്ടെ, ഞങ്ങളെ കണ്ട ഇത്രയും മോഡേൺ ആയിട്ടുള്ള കുട്ടികൾ എന്തിനാണ് ഒളിച്ചോടി വരണ്ടേ? അതിന്റെ ഒരു ആവശ്യം ഞങ്ങൾക്കില്ല. ഞങ്ങളെ കണ്ടങ്ങനെ തോന്നുന്നുണ്ടോ? പിന്നെ ഇവിടെ കുറച്ച് റൂൾസ് ഒക്കെ ഉണ്ട്. പുറത്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈവനിങ് വൈകുന്നേരം 7 മണിക്ക് മുമ്പേ ഇവിടെ കയറണം. അല്ലാതെ ആരെയും ഞങ്ങളകത്തോട്ട് കയറ്റത്തില്ല. പിന്നെ വിസിറ്റേഴ്സിനെയൊന്നും പുറത്തൊന്നും അലൗഡ് അല്ല ഇവിടെ, പ്രത്യേകിച്ച് ബോയ്സിന്. അതിനിപ്പോ നമ്മളെത്രയ്ക്ക് ഇവിടെ ആരും വരാൻ പോകുന്നില്ല. അവൾ ഉദ്ദേശിച്ചത് നമ്മളെ കാണാൻ അങ്ങനെ ചെറുക്കന്മാരൊന്നും വരില്ല എന്നാ അല്ലേ? അതെ അതെ അതെ, നമ്മളത്ര കാര്യങ്ങളല്ല. പിന്നെ ഇവിടെ ബെഡിന് ഒരാൾക്ക് 3500 രൂപയാണ് ചാർജ്. ശരി, അപ്പൊ തറയുണ്ടോ? തറയ്ക്ക് എത്ര രൂപ? തറയ്ക്കാ? അല്ല, നമുക്കങ്ങനെ ബെഡിൽ കിടക്കണം അങ്ങനെ കിടക്കണമെന്നൊന്നുമില്ല. നമുക്ക് തറയായാലും ഉറപ്പാണ്. ഇവിടെ അങ്ങനത്തെ സെറ്റപ്പ് ഒന്നും ഇല്ല. നിങ്ങൾക്കിപ്പോ റൂം വേണോ വേണ്ടയോ? വേണം 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 നമുക്ക് റൂം വേണം. അപ്പൊ നമുക്ക് റൂം കണ്ടാലോ? എന്നാ റൂം കാണിച്ചു തരാം. നടന്നോ? അതെ, നമുക്കൊരു പെട്ടി കിടക്കാം. അതിവര് സമ്മതിക്കോ? നോക്കാം. ഇനി വാടകയൊക്കെ നാളെ കൊടുത്താൽ മതി കേട്ടോ. അമ്മേ, എന്താടി? എടി, ഇങ്ങോട്ട് വന്നതിന്റെ ചെലവൊക്കെ എഴുതുമായിരുന്നു. നമ്മൾ പപ്സും ഡ്രിങ്ക്സും കഴിച്ചില്ലേ? 90 രൂപ. ഓട്ടോയ്ക്ക് ഇവിടം വരെ വന്നത് 50 രൂപ. ബസ് യാത്രയും ഭക്ഷണം എല്ലാം കൂടെ ആയിട്ട് തന്നെ ഇപ്പൊ 500 രൂപയായി. ഇവിടുത്തെ ചെലവ് എത്രയാണെന്നറിയോ? 7000 രൂപ. അടിപൊളി. എടി, അതും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ആകെ ബാലൻസ് ഉള്ളത് 8 രൂപയാണ്. ആ 8 രൂപ വെച്ചിട്ട് വേണം മുന്നോട്ടുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനായിട്ട്. എന്ത് ചെയ്യും അറിയത്തില്ല, നോക്കാം. നിങ്ങളൊക്കെ എവിടെ ഉള്ളതാ?
ഞങ്ങൾ കുറച്ച് ദൂരത്തുനിന്നാ. ഓഹോ, ദൂരത്ത് നിന്ന് പറഞ്ഞ സ്ഥലത്തിന് പേരില്ലേ? ആ, സ്ഥലത്തിന്റെ പേരില്ല. നിങ്ങളൊക്കെ ആരാ? ഓഹോ, ഞങ്ങളൊക്കെ ആരാന്ന് അറിഞ്ഞാലേ നിങ്ങൾ ഡീറ്റെയിൽസ് പറയൂ. അതത്രേ ഉള്ളൂ. എന്നാലേ ഞങ്ങൾ പോലീസാ, നിങ്ങളെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യണം. എണീറ്റേ, എണീക്കേ. എന്ത് കാണിക്കുന്നേ? എന്തിനടി ഈ 2 ഏത്തപ്പഴം കഴിക്കാനല്ലാണ്ട് വേറെന്തിനാ? ഓഹോ, എന്താ ഇവിടെ? ഒന്നുമില്ല ചേച്ചി, നമ്മൾ ഇവരെ പരിചയപ്പെടാൻ വന്നതാ. നിങ്ങളുടെ പരിചയപ്പിടിയിലൊക്കെ എനിക്കറിയാം. ഇവരെ കൂടെ ഓടിക്കാനാ നിങ്ങളുടെ ഭാവമെങ്കിൽ ഞാൻ സാറിനോട് പറഞ്ഞ് ആദ്യം പുറത്താക്കുന്നത് നിങ്ങൾ രണ്ടുപേരും ആയിരിക്കും. അയ്യോ ചേച്ചി, ഞങ്ങളെന്തിനാ ഓടിക്കുന്നത്? മക്കളെ, ഞങ്ങൾ പിന്നെ വരെ. എന്നാ ശരിയേ. ഇവരെന്ത് ഇങ്ങനെ? അത് അവരുടെ ഫ്രണ്ട്സ് ആയിരുന്നു ഇവിടെ താമസിച്ചുകൊണ്ടിരുന്നത് നേരത്തെ. അപ്പോൾ കഴിഞ്ഞ ഓണത്തിന് അവർ വെള്ളമടിച്ച് അലമ്പുണ്ടാക്കി സാർ അവരെ ചവിട്ടി പുറത്താക്കി. അതിനുശേഷം ആര് വന്നാലും അവർ ചൊറിയാൻ നിൽക്കും. ആഹാ, അപ്പൊ അതിന്റെ അർത്ഥം ഇനി ഞങ്ങളെയും അങ്ങോട്ട് ചൊറിഞ്ഞോണ്ടിരിക്കുന്നല്ലേ? ഏയ് നിങ്ങൾ പേടിക്കണ്ട. എന്ത് പേടിക്കണ ചേച്ചി? ഞങ്ങൾക്ക് കഴിക്കാണ്ട് ഏത്തപ്പഴം കൂടെ 2 കൂടെ പോയിക്കുന്നത്. അത് കുഴപ്പമില്ല, വെറും ഏത്തപ്പഴല്ലേ. എന്ത് കുഴപ്പമില്ലെന്ന് അവർ ഞങ്ങൾ എന്തെങ്കിലും ചെയ്താലോ? ചേച്ചി കണ്ടതല്ലേ ഇപ്പൊ എന്താണ് നടന്നതെന്ന്? അതെ എടി, നമുക്കിവിടുന്ന് പോവാം. അതെ. നിങ്ങളെന്താ കൊച്ചുകുട്ടികളെ പോലെ? നിങ്ങൾ പേടിക്കണ്ടെന്നേ. എന്ത് പേടിക്കണം? ആ പെമ്പിളർ ഞങ്ങളുടെ എന്താ കാണിച്ച് ചേച്ചി കൂടെ കണ്ടതില്ല. ഞങ്ങൾ പോവാം. നമുക്ക് പോവാം. എനിക്ക് ഒരു 2000 രൂപ തന്നിട്ട് നിങ്ങൾ പോയിക്കോ. 2000 രൂപ എന്തിന്? നിങ്ങൾ 3-4 മണിക്കൂർ ഇവിടെ സ്പെൻഡ് ചെയ്തല്ലേ, അതിനുള്ള പൈസയാണ് ഞാൻ ചോദിച്ചത്. അതിന് 2000 രൂപയോ? ആ, 2000 രൂപ തന്നിട്ടേ നിങ്ങൾക്ക് പോകാൻ പറ്റൂ ഇവിടുന്ന്. ഇല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ വിടത്തില്ല. ഉറപ്പാണോ? ഉറപ്പാണ്. ആണല്ലേ ചേച്ചി? വിടത്തില്ലെന്ന് ഉറപ്പല്ലേ? രക്ഷിതല്ലോ. ഇല്ല, നിങ്ങൾ മാറി എനിക്ക് വഴി. അയ്യോ, വൈകിടി എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാനാ? എങ്ങോട്ട് നോക്കിയാലും വഴികൾ മാത്രമേ ഉള്ളടി. ഇവിടെ പോയി ചോദിക്കൂടി. വല്ല ബസ് സ്റ്റാൻഡിലും പോയി കിടന്നാലാ? പട്ടിയുടെ കടി കൊണ്ട് ചാകാനോ? എന്നാ പിന്നെ ഇവിടെ കിടക്കുന്നേ. അല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നോക്കണം. കൊതുക് എടുത്തോണ്ട് പോവും. ആണോ? നടക്കങ്ങോട്ട്. എവിടെ നോക്കിയാ എന്റെ പൊന്നു കൊച്ചനി നടക്കുന്നേ? സോറി. ഇവിടെ അടുത്തെങ്ങാനും നമുക്ക് താമസിക്കാൻ പറ്റിയ വല്ല സ്ഥലം ഉണ്ടാവോ? ഈ രാത്രി ഇപ്പൊ എവിടെ നിന്ന് കണ്ടുപിടിക്കാനാ? സിസിന്റെ വീട്ടില് ശകല സ്ഥലം കാണോ ഞങ്ങൾക്ക് കൂടെ? അതിന് നിങ്ങൾ ഏതാന്ന് എനിക്ക് അറിഞ്ഞൂടല്ലോ. പിന്നെ ഞാൻ എങ്ങനെ എന്റെ വീട്ടിൽ നിങ്ങളെ കൊണ്ടുപോകും? ഇങ്ങനെയൊക്കെയല്ലേ പരിചയപ്പെടുന്നേ? അതൊന്നും പറ്റൂല, അതൊന്നും ശരിയാവൂല. അയ്യോ, രാത്രി സമയത്ത് ചിലപ്പോ വരാറുണ്ട്. ഇനി ഞങ്ങൾ എവിടെ പോകുന്ന സമയത്ത് മാളു എണീക്കണേ. ശരി, ഞാൻ നിങ്ങളെ എന്റെ വീട്ടിൽ കൊണ്ടുപോവാം. പക്ഷെ ഒരു നുണ പറയണം, എന്റെ ആന്റിയുടെ മക്കളാണെന്നേ പറയുള്ളൂ ഞാൻ. ഒരു കുഴപ്പമില്ല, നിങ്ങളൊന്നും മിണ്ടേക്കരുത്. ശരി എന്നാ. പിന്നെ രാവിലെ തന്നെ വിട്ടോളണം. മാളു. ഇതാ സൗകര്യം. ജനറൽ എന്നെ ഏൽപ്പിച്ച ദൗത്യം ചങ്കും കരലും കൊടുത്തായാലും ഞാൻ നിറവേറ്റിയിരിക്കും. ചങ്കും കരളും കൊടുത്താൽ നീ പിന്നെ എങ്ങനെ ജീവിക്കും? അങ്ങനെയല്ല, അത്രയും സിൻസിയറായി ഞാനത് നടത്തിയിരിക്കും എന്നാണ് ഉദ്ദേശിച്ചത് ജനറൽ. Asaf, I need the complete details of this mission. Otherwise, Asaf, you will be RIP. മനസ്സിലായില്ല. Rest in peace, baby. I copy that, General. എന്തിനടി ഈ 2 ഏത്തപ്പഴം കഴിക്കാനല്ലാണ്ട് വേറെന്തിനാ?
അങ്ങോട്ട് മാറി നിൽക്ക് എന്റെ പൊന്നു ചേച്ചി. എടി, ഓടി, ഓടി. നീ പറഞ്ഞ എവിടെ നോക്കി